നമ്മളൊരു പുതിയ കാർ മേടിക്കാൻ നമുക്ക് 65,000 രൂപ വരെ ലാഭിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഇല്ലായിരിക്കും അല്ലേ? വാ, ഞാനത് പറഞ്ഞുതരാം. നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് ചിലവുകളുണ്ട് ഇതിനകത്ത്. അതെല്ലാം നമ്മളൊന്നും മനസ്സിലാക്കി അതൊന്ന് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 65,000 രൂപ വരെ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനകത്ത് 5 കാര്യമുണ്ട് കേട്ടോ മെയിൻ ആയിട്ടുള്ളത്. 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലിംഗ് ചാർജ് കേട്ടോ. നമുക്കൊന്നും അറിയത്തില്ലാതെ തന്നെ അവന്മാരത് നമുക്ക് 5,000 രൂപ തൊട്ട് 15,000 രൂപ വരെ നമുക്ക് ഹാൻഡ്ലിംഗ് ചാർജ് എന്നും പറഞ്ഞുകൊണ്ട് ഈടാക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് 5,000 രൂപ ലാഭിക്കാനായിട്ട് പറ്റും. 4ാമത്തെ കാര്യമാണ് ഇൻഷുറൻസ് കേട്ടോ. അപ്പോൾ ഇൻഷുറൻസ് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ എടുക്കണം നിർബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം കേട്ടോ. നമുക്ക് പ്രീമിയത്തിൽ 30,000 രൂപ വരെ നമുക്ക് ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ കുറവ് കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പുതുക്കുമ്പോൾ നമുക്ക് 8,000 രൂപ വരെ അവിടെയും ലാഭം കിട്ടുന്നുണ്ട് കേട്ടോ. ഷോറൂമിൽ നിന്ന് തന്നെ ഇൻഷുറൻസ് എടുക്കണമെന്ന് നിർബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏത് വെളിയിൽ നിന്നും നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഇൻഷുറൻസ് എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷോറൂമിൽ വെറും 3-4 ഇൻഷുറൻസ് കമ്പനികളെ കാണത്തുള്ളൂ. പക്ഷേ നമ്മുടെ പക്കം എന്ന് പറഞ്ഞാൽ 20-ലധികം കമ്പനികൾ നമുക്ക് ഓൺലൈനായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ ക്ലെയിമിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിയമപരമായി ക്ലെയിം നമുക്ക് സെറ്റിൽ ചെയ്ത് തരേണ്ടതാണ് എല്ലാ ഇൻഷുറൻസ് കമ്പനിയും കേട്ടോ. അപ്പം 3ാമത്തെ സാമ്പത്തികം നമുക്ക് ലാഭം കിട്ടുന്ന ഒരു കാര്യമല്ല. അതായത് ഇത്രേ ഉള്ളൂ, നമ്മൾ വണ്ടി എടുക്കാൻ നേരം നമ്മൾ വിൻ നമ്പർ നോക്കിയിട്ട് മാത്രം നമ്മൾ വണ്ടി എടുക്കുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, യാർഡിൽ മാസങ്ങളോളം കുതിർന്ന് കിടന്ന വണ്ടികളൊക്കെ നമുക്ക് കഴുകി പെറുക്കി പോളിഷും ചെയ്ത് നമ്മുടെ തലയിലോട്ട് വെച്ച് കെട്ടിത്തരും. അപ്പോൾ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ വെഹിക്കിൾ, അതായത് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് കേട്ടോ. ഇതാണ് വിൻ നമ്പർ എന്ന് പറയുന്ന സാധനം, അല്ല ചേസ് നമ്പർ അല്ല. ആ സാധനങ്ങൾ നമ്മൾ നോക്കിയാൽ കറക്റ്റ് നമുക്ക് കിട്ടും. വണ്ടി ഏത് മാസം ഉണ്ടാക്കിയതാണെന്നും കാര്യങ്ങളെല്ലാം അതെല്ലാം നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ വണ്ടി എടുക്കുക. അപ്പോൾ 2ാമത്തെ കാര്യമാണ് കാറിൻ്റെ വാറണ്ടിയും പോളിസിയും കേട്ടോ. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെളിയിൽ നിന്നുള്ള ആക്സറീസിലേക്ക് സാധനങ്ങളൊക്കെ വലിച്ചു വാരി കയറ്റുമ്പോൾ അതിൻ്റെ വയറിംഗ് എല്ലാം കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതിന് വാറണ്ടിയോ കാര്യങ്ങളോ ഒക്കെ കമ്പനി വാറണ്ടി എല്ലാം കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ 1ാമത്തെ കാര്യമാണ് എക്സ്ചേഞ്ച് ബോണസ്. ഇതാണ് മെയിൻ ഒരു കാര്യം കേട്ടോ. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പഴയ കാറ്, അതായത് ഏകദേശം നമുക്ക് മാർക്കറ്റ് വില വെളിയിൽ, അതായത് നമ്മൾ സാധാരണ കച്ചവടം ചെയ്ത 3 ലക്ഷം രൂപ അടുത്ത് കിട്ടുന്ന കാറ് നമ്മൾ ഈ ഷോറൂമിലേക്ക് പുതിയ കാർ എടുക്കാൻ നേരം എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ. 3 ലക്ഷം രൂപ നമുക്ക് വെളിയിൽ കിട്ടുന്ന കാറിന് 2.5 ലക്ഷം രൂപയ്ക്ക് ഇവർ നമ്മുടെ നിന്ന് എടുക്കും. എന്നിട്ട് ഒരു ബോണസും കൂടെ എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞ് 20,000 രൂപ കൂടെ കൂട്ടി ആഡ് ചെയ്യും. അപ്പം നമുക്ക് 3 ലക്ഷം കിട്ടേണ്ട വണ്ടിക്ക് 2.5 ലക്ഷം രൂപ തരികയും ചെയ്തു, 20,000 രൂപ എക്സ്ട്രാ ബോണസും തന്നു. അപ്പോൾ എത്രയായി? 270. ബാക്കി 30,000 രൂപ ഗോപി. സംഭവം മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ 30,000 രൂപ നമുക്ക് അവിടെ നഷ്ടമായില്ലേ? ഇതിലും പേര് നമുക്ക് വെളിയിൽ കൊടുത്തിട്ട് നമുക്ക് വണ്ടി പോയി എടുക്കുന്നത് തന്നെയാണ് കേട്ടോ. ഈ ആദ്യത്തെ കാര്യത്തിൽ ഞാൻ പറഞ്ഞേക്കുന്നത് 35,000, ഇപ്പോൾ പറഞ്ഞേക്കുന്നത് 30,000 കൂടെ കൂട്ടി 65,000 രൂപയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, 10,000 ലാഭിച്ചുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് നമ്മുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ മാത്രമല്ല, അറിയത്തില്ലാത്ത ആൾക്കാർക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.